കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള പേരൊക്കെ മാറ്റേണ്ടി വന്ന കാലമായിരിക്കുന്നു. ഇപ്പം ലഹരികളുടെ നാടാണ്. 12 വയസ്സുള്ള ഒരു പയ്യനാണ് സ്വന്തം സഹോദരിക്ക് 10 വയസ്സുള്ള സഹോദരിക്ക് ലഹരി കൊടുത്തേക്കുന്നത്. ഇവൻ രാത്രി കാലങ്ങളിൽ ഇറങ്ങിപ്പോകും മാതാപിതാക്കൾ അറിയാതെ. ഇറങ്ങിപ്പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 3 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്തു. ഈ 12 വയസ്സുകാരന് 3 ലക്ഷം രൂപയുടെ ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഇതാണെന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം 12 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരു കുഞ്ഞാണ് 12 വയസ്സെന്നൊക്കെ പറയുന്നത്. അവൻ അന്നേരം എത്രത്തോളം ലഹരിക്ക് അഡിക്റ്റായി എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന കാരണം മാതാപിതാക്കൾ തന്നെയാണ്. ഈ 12 വയസ്സുള്ള മകനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്രത്തോളം അവൻ ലഹരിക്ക് അടിമയായേക്കുന്നത്. ഈ മക്കളെ ശ്രദ്ധിക്കാൻ മേലെങ്കിൽ എന്തിനാണ് ഈ മക്കളെ രക്ഷകർത്താക്കൾ ഉണ്ടാക്കുന്നതെന്ന് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ, ഈ 12 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ ഇത്രയും അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ്. ഇവൻ രാത്രിയിൽ ഇറങ്ങിപ്പോകുന്നത് ഒന്നും അറിയുന്നില്ല. അത് പിന്നെ വേറെ ചിലപ്പോൾ റൂമിലാന്ന് പറയാം. പക്ഷേ എന്നാലും അവൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു മാറ്റം ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്തെങ്കിൽ അതെന്തൊരു മാതാപിതാക്കളാണ്. ഇവരുടെ ഭാഗത്തു നിന്നാണ് 90% തെറ്റെന്ന് പറയുന്നത്. അവർ ചിലപ്പം പല കാരണങ്ങളും പറഞ്ഞേക്കാം. പക്ഷേ ഇതൊരിക്കലും ഒരു മാതാവെന്ന രീതിയിൽ മക്കളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു പനി വന്നാൽ പോലും നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവരുടെ സ്വഭാവം ഇത്രയും ദിവസം നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ നമ്മൾ വളർത്തിയ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല എങ്കിൽ അവരൊരു മാതാപിതാക്കളല്ല. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇവരൊക്കെ ഈ 12 വയസ്സിൽ ഇത്രയും നീച പ്രവർത്തികൾ ചെയ്യുമെങ്കിൽ ഇവനൊക്കെ ഒരു 24-20 വയസ്സൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇനിയെങ്കിലും എൻ്റെ പൊന്നു മാതാപിതാക്കളെ, ഇങ്ങനെ ലഹരിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവർക്ക് കൗൺസിലിങ്ങും കൊടുത്ത് അവരെ നല്ല രീതിയിൽ തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസം ചെല്ലുന്നത്. ലഹരിക്ക് അടിമയായിട്ടുള്ള യുവാവ് മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത്. ഇവർ തിരിച്ചു വന്നില്ലെങ്കിൽ ഇവർ സമൂഹത്തിന്, ഈ 12 വയസ്സുകാരൻ ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ സമൂഹത്തിനും കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്.